കോണ്ടാക്ട് പോയിന്റ് 4-ലാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയുള്ളത്. ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടിറങ്ങുന്നു ഈശ്വർ മാൽപ്പ എന്ന അക്വാമാൻ. അർജുന്റെ ട്രക്കുള്ള ഇടത്തേക്ക് ഈശ്വർ മാൽപ്പയ്ക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഡ്രഡ്ജിംഗ് കൂടുതൽ സഹായകമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഡ്രഡ്ജിങ്ങിന് കൂടുതൽ അനുകൂല ഘടകം ഉണ്ടാക്കി നൽകാൻ ഈശ്വർ മാൽപ്പയ്ക്ക് സാധിക്കും. ഈശ്വർ മാൽപ്പ ഇപ്പോൾ ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങിയിരിക്കുകയാണ്. കോണ്ടാക്ട് നമ്പർ 4 അവിടെയാണ് നേരത്തെ ഹൈഡ്രോളിക് ജാക്കി അടക്കം കണ്ടെടുത്തത്. ഈശ്വർ മാൽപ്പ തന്നെയാണ് ഈ ഹൈഡ്രോളിക് ജാക്കി അടക്കം കണ്ടെടുക്കുന്നത്. ഇന്നലെ അവിടെ നിന്നാണ് ഒരു വാട്ടർ ടാങ്കിൻ്റെ കാരിയർ കിട്ടിയത്. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ കിട്ടിയിടത്ത് തന്നെ ആയിരിക്കാം ഈ ട്രക്ക് ഉണ്ടാവുക എന്നാണ് കരുതുന്നത്. നേരത്തെ സോണാർ പരിശോധനയിലും സിഗ്നൽ കിട്ടിയ ഭാഗമാണിത്. ഐബോ ഡ്രോൺ പരിശോധനയിലും സിഗ്നലുകൾ കിട്ടിയിരുന്നു. ഇവിടെ നിന്ന് വീണ്ടും നാവികസേനയുടെ സോണാർ പരിശോധന ഉണ്ടാകുമോ, ക്യാമറ ഇറക്കിയുള്ള പരിശോധനയുണ്ടോ എന്നതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. നിർണായക നിമിഷങ്ങളാണ് ഇപ്പോൾ. ജലോപരിതലം ശാന്തമാണ്, അടിയൊഴുക്ക് 1 നോട്ടിൽ താഴെയാണ്. ഈശ്വർ മാൽപ്പയ്ക്ക് അനുകൂലമായ സാഹചര്യം ഗംഗാവാലി പുഴയിലുണ്ട്. നമുക്കൊപ്പം AK അഭിലാഷും ദീപക് മലയമ്മയും വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഷിരൂരിൽ തെരച്ചിലിൻ്റെ നിർണായകമായ മിനിറ്റുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഡ്രഡ്ജർ എത്തിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ കൃത്യമായി ഏത് ഭാഗത്താണ് തിരയേണ്ടത് എന്നത് തീരുമാനിക്കുന്നതിന് ഈശ്വർ മാൽപ്പയുടെ ഡൈവിംഗ് കൂടി സഹായിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഈശ്വർ മാൽപ്പയെ നദിയുടെ അടിത്തട്ടിൽ ഏത് ഭാഗത്തായാണ് ഈ ട്രക്ക് കിടക്കുന്നത് എന്നത് കണ്ടെത്താനായുള്ള മുങ്ങിത്തപ്പലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. AK അഭിലാഷ്, ഏത് ഭാഗത്താണ് ഈ ട്രക്ക് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ മാത്രം തിരഞ്ഞാൽ മതി. അതുകൊണ്ട് തന്നെ ഈശ്വർ മാൽപ്പ നൽകുന്ന വിവരങ്ങൾ നിർണായകമല്ലേ? തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം. കാരണം പുഴയിൽ ഒരുപാട് സ്ഥലത്ത് വലിയ തരത്തിൽ മൺതിട്ടകൾ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ മേഖലകൾ ഒന്നാകെ തെരച്ചിൽ നടത്തുക സാധ്യമല്ല. അതോടൊപ്പം തന്നെ അടിത്തട്ടിലെ സ്ഥിതി എന്താണ് എന്ന് വ്യക്തവുമല്ല. അതുകൊണ്ട് തന്നെയാണ് മുങ്ങൽ വിദഗ്ധർ ഈ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് അടിത്തട്ടിൽ നടത്തുന്ന പരിശോധനകൾ തെരച്ചിലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കൂടുതൽ വളരെ വേഗത്തിൽ ഈ തെരച്ചിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്താൻ കഴിയുമോ, അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശ്വർ മാൽപ്പയെ പോലുള്ള ഒരാളുടെ സേവനം ഇതിന് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ തുടക്കം മുതൽ പറയുന്നത്. ഈ കാര്യത്തിലാണ് പലപ്പോഴും അനിശ്ചിതത്വം ഉണ്ടാവുകയും അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ മാനസികമായുള്ള അവസ്ഥയെ പോലും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അദ്ദേഹം അർജുൻ്റെ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഉറപ്പ്, മലയാളികൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്, അതൊക്കെ അദ്ദേഹം പാലിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ എത്തുന്നു. എല്ലാ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ എത്തുന്നു. തനിക്ക് ഇതിൽ ഇറങ്ങണം, ഇതിൽ പരിശോധന നടത്തണം, താൻ ഇതിനൊപ്പമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നൊക്കെ അദ്ദേഹം പലപ്പോഴും അനുമതി ചോദിച്ചു വാങ്ങുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നും അദ്ദേഹം അനുമതി ചോദിച്ചു വാങ്ങുന്നത്. ഒരുപക്ഷെ അദ്ദേഹം പുഴയിൽ ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വിളിക്കുമോ എന്നുള്ള ആശങ്കയൊക്കെ അദ്ദേഹം പലവട്ടം ഈ ഘട്ടത്തിൽ പോലും അദ്ദേഹം ഉന്നയിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഏതായാലും ഈശ്വർ മാൽപ്പ ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് 8:51 അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ 8:56 അതായത് 5 മിനിറ്റിലധികം സമയമായി അദ്ദേഹം പുഴയുടെ അടിത്തട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് 5 മിനിറ്റിലേറെ സമയം ഇപ്പോൾ കോണ്ടാക്ട് പോയിന്റ് 4 കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ തന്നെയാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം മുങ്ങിയപ്പോഴൊക്കെ പറഞ്ഞത് അവിടെ മരങ്ങളൊക്കെ നിരവധിയുണ്ട്, ആ മരങ്ങളൊക്കെ നീക്കം ചെയ്താലേ അദ്ദേഹം അവിടെ തെരച്ചിൽ നടത്താൻ കഴിയും. അവിടെ ഇത്തരത്തിലൊരു തെരച്ചിൽ നടത്തുമ്പോൾ തന്നെ അതിൽ മുങ്ങുന്ന ആളുകൾക്ക് തന്നെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അത് ഇപ്പോഴെങ്ങനെയാണ്, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഇപ്പോഴും ആ തട്ടിൽ അവിടെയൊക്കെ ഈ മരക്കഷ്ണങ്ങളും അതോടൊപ്പം തന്നെ മറ്റു വസ്തുക്കളൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ടോ, അതെങ്ങനെ നീക്കം ചെയ്യാൻ കഴിയുമെന്നൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹം നടത്തുന്നത്. ഇപ്പോൾ നമുക്കറിയാം കോണ്ടാക്ട് പോയിന്റ് 4 നിന്ന് ഈശ്വർ മാൽപ്പ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഏതാണ്ട് 7 മിനിറ്റ് സമയമാണ് അദ്ദേഹം ആദ്യത്തെ ഡൈവിങ്ങിന് വേണ്ടി അദ്ദേഹം പുഴയിൽ മുങ്ങിയിരിക്കുന്നത്. അദ്ദേഹം അവിടെ നിന്ന് മുങ്ങിയിട്ടുള്ള അവിടെ നിന്ന് അദ്ദേഹം കരയിലേക്ക് വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അദ്ദേഹം വീണ്ടും മുങ്ങി കഴിഞ്ഞിരിക്കുന്നു. 8:57 അദ്ദേഹം അടുത്ത മുങ്ങൽ നടത്തിയിരിക്കുന്നത്. ഏതായാലും ആ മേഖല കേന്ദ്രീകരിച്ച് തന്നെയുള്ള ഒരു തെരച്ചിലായിരുന്നു. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ അദ്ദേഹം ഓരോ തവണ മുങ്ങി പുറത്തേക്ക് വരുമ്പോഴും ഓരോ വസ്തുക്കൾ, ഓരോ ലോഹഭാഗങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ അദ്ദേഹം പുറത്തു കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇത്തവണ ആദ്യ ഡൈവിങ്ങിൽ അദ്ദേഹം ഒരു പക്ഷേ വസ്തുക്കൾ കണ്ടെത്തുക എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ നദിയുടെ അടിത്തട്ടിലെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് മാറ്റം വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധന നടത്തുകയായിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം രണ്ടാമത്തെ ഡൈവിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. 8:57 അദ്ദേഹം രണ്ടാമത്തെ ഡൈവിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കോണ്ടാക്ട് പോയിന്റ് 4 നിന്ന് ഏതാണ്ട് ഒരു 8 മീറ്റർ 10 മീറ്റർ മാറിയാണ് അദ്ദേഹം ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഓക്സിജൻ സിലിണ്ടറിൽ വരുന്ന കുമിളുകൾ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും നേരത്തെ നടത്തിയ ആ തെരച്ചിൽ നടത്തിയ അതേ സ്ഥലം കേന്ദ്രീകരിച്ച്
കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ പരിശോധനയിൽ തെരച്ചിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ തെരച്ചിലിന് ശേഷം അദ്ദേഹം ഈ ഡ്രഡ്ജർ ടീമിനോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. അതിനുശേഷം ഡ്രഡ്ജർ യൂണിറ്റ് അങ്ങോട്ടെത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിനിർണായകമായ ഒരു ദിവസം തന്നെയാണ്. ഡ്രഡ്ജർ സംവിധാനം ഇവിടെ എത്തിയിരിക്കുന്നു. ഈ നദിയുടെ അടിത്തട്ടിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. അർജുൻ്റെ കുടുംബമടക്കം പറയുന്നത് അർജുൻ ഈ പുഴയിലുണ്ട് എന്നതിന് ഒരു ശേഷിപ്പെങ്കിലും ഞങ്ങൾക്ക് ലഭിക്കണം. അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അഞ്ജു അടക്കമുള്ള അർജുൻ്റെ സഹോദരി അടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ വൈകാരികമായ ഒരു നിമിഷം കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് വേണം കരുതാൻ. കാരണം അർജുൻ്റെ ട്രക്ക് ഇന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്. പോയിന്റ് 4 ഈശ്വർ മാൽപ്പെ ഇപ്പോൾ ഡൈവ് ചെയ്യുന്നത്. അവിടെ ഈശ്വർ മാൽപ്പെ കണ്ടെത്തുന്നത് എന്തായിരിക്കും? അർജുന്റെ ട്രക്ക് അവിടെ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ? അതൊക്കെയാണ് നമ്മൾ ആകാംക്ഷയോടെ ഷിരൂരിലേക്ക് ഉറ്റുനോക്കി ഇരിക്കുന്നത്. ആഴങ്ങളിലേക്ക് ഈശ്വർ മാൽപ്പെ ഇറങ്ങുമ്പോൾ ഗംഗാവലി നദിയുടെ അടിത്തട്ടിൽ ഏത് ഭാഗത്തായാണ് ഈ ട്രക്ക് ഉള്ളത് എന്നതാണ് അറിയേണ്ടത്. സിഗ്നലുകൾ കിട്ടിയത് ലോഹഭാഗങ്ങളുടെ സിഗ്നലുകളാണ്. അത് ഒരു ലോറിയുടേത് പോലെയുള്ള സിഗ്നൽ കിട്ടിയെന്നാണ് നേരത്തെ ഐബോട്ട് ഡ്രോൺ പരിശോധനയ്ക്ക് ശേഷം വ്യക്തമാക്കിയത്. അത് അർജുന്റെ ട്രക്ക് തന്നെയാണോ എന്നത് അറിയേണ്ടിയിരിക്കുന്നു. അർജുന്റെ ട്രക്കിൽ ബന്ധിച്ചിരുന്ന തടിക്കഷ്ണങ്ങൾ ബന്ധിച്ചിരുന്ന കയർ നേരത്തെ കണ്ടെടുത്തിരുന്നു. ഒപ്പം വാഹനത്തിലുണ്ടായിരുന്ന ഹൈഡ്രോളിക് ജാക്കി കിട്ടിയിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന വാട്ടർ ടാങ്കിന്റെ കാരിയർ കിട്ടിയിരുന്നു. അങ്ങനെ ഈ തെരച്ചിലുകൾക്കെല്ലാം ഒടുവിൽ ഇന്നിപ്പോൾ നടക്കുന്ന തെരച്ചിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡ്രഡ്ജർ കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മണ്ണുനീക്കം, പുഴയിലെ ചെളികോരി മാറ്റൽ അതെല്ലാം വേഗത്തിലാക്കി ട്രക്കിനടുത്തേക്ക് എത്താൻ സാധിക്കും. ഈശ്വർ മാൽപ്പെ ഇപ്പോൾ ഈ കോണ്ടാക്ട് 4-ൽ നടത്തുന്ന ഡൈവിംഗിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ആദ്യത്തെ ഡൈവ് കഴിഞ്ഞു. രണ്ടാമത്തെ ഡൈവിലേക്ക് ഈശ്വർ മാൽപ്പെ കടന്നിരിക്കുകയാണ്.